കോക്കസ്, ബെൽറ്റ്, ഗ്രൂപ്പിസം, ഫേവറിറ്റിസം, നെപ്പോട്ടിസം, അങ്ങനെ നിവിൻ പോളിയുടെ അടിപൊളി ഡയലോഗോട് കൂടിയാണ് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുന്നത്. ശരിക്കും പറയാമല്ലോ, ഞാൻ ഈ റിവ്യൂ പറയുന്നതിന് മുമ്പേ തന്നെ നിവിൻ പോളിയുടെ കുറെ നാളിന് ശേഷം ഒരു കംബാക്ക് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ ഈ റിവ്യൂ പറയാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് റിവ്യൂലേക്ക് പോകാം. വെൽക്കം ടു ജിജേവേഴ്സ്, ദിസ് ഇസ് മീ ജിജെ. നമുക്ക് നേരെ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ റിവ്യൂ കാണാം. ആദ്യമായിട്ട് പറയാനുള്ളത്, ഇത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ റൈറ്റും ഡയറക്റ്റും ചെയ്ത പടമാണ്. വളരെ നന്നായിട്ട് വെൽ റിട്ടൺ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, വെൽ ഡയറക്റ്റഡ് മൂവി. വിനീത് ശ്രീനിവാസന്റെ എല്ലാ മൂവീസിനും നമുക്കറിയാം വളരെ ഒരു സേഫ് ആയിട്ട് നമുക്ക് ഉറപ്പിച്ച് ഫാമിലി ആയിട്ട് പോയി ടിക്കറ്റ് എടുക്കാൻ പറ്റും. എല്ലാവരെയും എന്റർടൈൻ ചെയ്യുന്ന ടൈപ്പിലുള്ള കണ്ടന്റ് ഉള്ള ഒരു പടമാണ്. ഇതും അങ്ങനെ തന്നെയാണ്. വളരെ രസമായിട്ട് ഒരു സെക്കൻഡ് പോലും നമുക്ക് ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു രണ്ട് കൂട്ടുകാരുടെ ഒരു കഥ, അവരൊരു നഗരത്തിലെത്തുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഒരു കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഫുള്ളി ഫൺ എന്ന് വെച്ചാൽ സിനിമയുടെ മോഡേ ഷിഫ്റ്റ് ചെയ്തിട്ട് ഫുള്ളി ഫൺ, ഭയങ്കരമായിട്ടൊരു എന്റർടൈനർ ആയിട്ട് മാറുകയാണ് സിനിമ. സത്യം പറയുമ്പോൾ വിനീത് ശ്രീനിവാസൻ സ്വയം ട്രോൾ ചെയ്തിട്ടുണ്ട്. ബാക്കി ഈ വിനീത് ശ്രീനിവാസൻ ശരിക്കും പഠിച്ചിട്ട് എഴുതിയിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്. കാരണം ഈ പുതിയ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള യൂട്യൂബേഴ്സിനെയും ബിഗ് ബോസിലൂടെ താരമായിട്ട് മാറിയ പല താരങ്ങളെയും പിന്നെ അങ്ങനെ ഒരുപാട് ആളുകളെയും എല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് സിനിമയിൽ ശരിക്കും കാണാൻ പറ്റും. സോ ഇതിൽ ആക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വലിയൊരു താരനിര തന്നെയുണ്ട്. സർപ്രൈസിംഗ് ആയിട്ടുള്ള കുറെ ആക്ടേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ കുറച്ച് പേരുടെ പേര് പറയാം. സ്പോയിലർ ആവാൻ സാധ്യതയുള്ള കുറച്ച് പേരുണ്ട്, അത് ഞാൻ പറയുന്നില്ല. പ്രണവ് മോഹൻലാൽ ഉണ്ട്, അജു വർഗീസ് ഉണ്ട്, ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട്, പിന്നെ നീരജ് മാധവ്, പിന്നെ അങ്ങനെ കുറെ ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി അറിയാലോ നിവിൻ പോളി ഉണ്ട്, നമ്മൾ ട്രെയിലറിലും ടീസറിലും ഒക്കെ കണ്ടതാണ്. സോ ആദ്യം ഞാൻ പറയുന്ന പ്രണവിനെ കുറിച്ചാണ്. പ്രണവിന്റെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ആക്ടിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഹൃദയത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ചുകൂടെ പഴയ ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. കുറച്ച് വേറൊരു ലാലേട്ടന്റെ മാനറിസംസ് ഒക്കെ കുറച്ച് പിടിച്ചിട്ടുണ്ട്. ഐ തിങ്ക് അത് ഫോഴ്സ്ഫുള്ളി ചെയ്തതായിരിക്കാം. എന്തായാലും അതൊരു പർപ്പസ്ഫുള്ളി ചെയ്തതായിരിക്കാം. പക്ഷെ സ്റ്റിൽ അതൊരു രസമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പല പാട്ടുകളിലും പല രംഗങ്ങളിലൊക്കെ ലാലേട്ടനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ തന്നെ പല കാലഘട്ടത്തിലെ ലുക്സ് ഉണ്ട്. അപ്പോൾ തന്നെ ഇപ്പൊ ഒരു ലുക്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലാലേട്ടന്റെ രാജശില്പിയിലേക്ക് ഒരു രസമായിട്ടുണ്ട്, നല്ല രസമായിട്ട് പ്രണവ് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാനായിട്ട് ഒരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത്, ഈ വയസ്സായ പോർഷനിൽ ഡബിങ് കുറച്ചൊന്ന് കറക്റ്റ് ചെയ്തിരുന്നത് കുറച്ചുകൂടി രസമായിരുന്നു. കാരണം ഈ ഡബിങ് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ശരിക്കും വയസ്സായ ലുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ശബ്ദം പിന്നെയും നമ്മൾ ഈ വയസ്സാകുമ്പോഴത്തേക്ക് ഒരു പാഡ് ചെയ്യുക അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ചെയ്തിട്ടില്ല. ആ ചെറുപ്പത്തിൽ പറയുന്ന പോലെ തന്നെ അതൊരു തെറ്റായിട്ട് പറയാൻ പറ്റില്ല. സ്റ്റിൽ പ്രണവ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാനിലേക്ക് വരികയാണെങ്കിൽ ധ്യാനിന്റെ കുറെ കാലമായിട്ടുള്ള പടങ്ങളെല്ലാം നമുക്കറിയാം. ധ്യാനെ ഒരുമാതിരി ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പടത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ധ്യാനെ വളരെ നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ അറിയാം അനിയനെ കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കണം എന്നുള്ളത്. കാര്യമായിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. മെലിയിപ്പിച്ചിട്ടും എല്ലാ പരിപാടിയും, ബോഡി ട്രാൻസ്ഫോർമേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ധ്യാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വയസ്സായ പോർഷൻ ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. സോ ധ്യാൻ ശ്രീനിവാസൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ള കല്യാണി പ്രിയദർശൻ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. ചെറിയ വേഷമാണ്, ഭയങ്കര ഒരു ഇമ്പാക്ട് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. എനിക്ക് പേഴ്സണലി സിനിമയിൽ വലിയ സെറ്റായിട്ട് തോന്നിയില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ, കല്യാണി ഇവരുടെ ഒരു ഈ സോ കോൾഡ് ബെൽറ്റിലുള്ളതായതുകൊണ്ട് കല്യാണിയെ പ്ലേസ് ചെയ്തു. എനിവേസ് നന്നായിട്ടുണ്ടായിരുന്നു കല്യാണി. പിന്നെ വരുന്നത് ബാക്കി കുറെ ആക്ടേഴ്സ് വരുന്നുണ്ടെങ്കിലും എടുത്തു പറയാനുള്ള മറ്റൊരു പേര് നിവിൻ പോളിയുടെയാണ്. നിവിൻ പോളി വരുന്നതോടുകൂടി ഈ പടം വേറൊരു ലെവലിലോട്ട് തന്നെ മാറും. ഭയങ്കര ഒരു എന്റർടൈനർ ആയിട്ട് മാറുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രേക്ഷകരും, ഞാൻ ലിറ്ററലി കുറെ കാലമായി ഇത്രയധികം തിയേറ്ററിലെ എല്ലാ പ്രേക്ഷകരും ഒന്നിച്ച് ആസ്വദിച്ച് ചിരിച്ച് കണ്ടിട്ട്. പിന്നെ ഞാൻ കണ്ട തിയേറ്റർ തിരുവനന്തപുരത്ത് ന്യൂ ആയിരുന്നു. അവിടെ അജു വർഗീസ് ഉണ്ടായിരുന്നു. അജു വർഗീസിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഈ സിനിമയിൽ അജു വർഗീസ് ഉണ്ട്. നല്ല വേഷമാണ്. അജു വർഗീസിന്റെ ഒരു ഡയലോഗ് ശരിക്കും പറഞ്ഞാൽ തീയായി, തിയേറ്റർ കത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കിട്ടിലൻ ഡയലോഗ് ഒക്കെ ഉണ്ട്, കിട്ടിലൻ സീനുകളുണ്ട്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല, എല്ലാതരം പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കണ്ണും പൊട്ടി ടിക്കറ്റ് എടുക്കാം, ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ടിക്കറ്റ്സ് ഒക്കെ പരപടാ ഫില്ലാകാൻ സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്ക് പോസിറ്റീവ് പറയാനുള്ള ഒരു സിനിമയാണ്. സിനിമയ്ക്ക് കുറച്ച് ലെങ്ത് കൂടുതലാണ്. ആ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സ്ലോ ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വമ്പൻ സംഭവമാണ്. സോ ഫസ്റ്റ് ഹാഫിൽ ആ ലെങ്ത്തും കാര്യങ്ങളും നിങ്ങളെ ഒരിക്കലും സിനിമ കാണുമ്പോൾ അഫക്റ്റ് ചെയ്യില്ല. സോ നിങ്ങൾ ഇങ്ങനെ കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ സിനിമ ഫുള്ളി കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട്, കാരണം വിനീത് ശ്രീനിവാസനിലെ ഒരു സർക്കാസ്റ്റിക് ഒരു സൈഡ് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ആ ഒരു സർക്കാസ്റ്റിക് സൈഡ് ഈ സിനിമയിൽ മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും. വിനീത് ശ്രീനിവാസനും ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആക്ടേഴ്സിനെ ഒക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ വന്നിരുന്നു. ഗോൾഡിൽ ഒരുപാട് ആക്ടേഴ്സിനെ കൊണ്ടുവന്നെങ്കിൽ അതുകൊണ്ടൊരു യൂസ് ഉണ്ടായില്ല. പക്ഷേ ഈ സിനിമയിൽ ഓരോ ആക്ടേഴ്സിനെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണമെന്ന് വ്യക്തമായിട്ടുള്ള ബോധ്യത്തോടു കൂടിയാണ് വിനീത് ചെയ്തിരിക്കുന്നത്. അത് വളരെയധികം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പാട്ടുകൾ ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സോങ്. എസ്പെഷ്യലി ഈ ജ്ഞാപകം എന്ന് പറഞ്ഞ സോങ്. ഈ സിനിമയിൽ നിങ്ങൾ 1000 പ്രാവശ്യമെങ്കിലും ആ പാട്ട് കേൾക്കും. ആ പാട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് ഇടിച്ച് കയറുകയും ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഫസ്റ്റ് ആയിട്ട് ഞാൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഈ പാട്ട് ഇറങ്ങുമ്പോൾ തന്നെ കേട്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് കയറി. സോ എനിവേസ് ജ്ഞാപകം എന്ന് പറഞ്ഞ പാട്ട് ഈ സിനിമയ്ക്ക് ശേഷം ഒരു വലിയ ഹിറ്റ് തന്നെ ആയിരിക്കും.
സോ ഈ സിനിമയെക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയാനില്ല. വളരെ നല്ലൊരു സിനിമയാണ്. എല്ലാവർക്കും ഉറപ്പായിട്ടും ടിക്കറ്റ് എടുക്കാം. എൻ്റെ പേഴ്സണൽ റേറ്റിംഗ് 5-ൽ ഞാൻ 4 തന്നെ കൊടുക്കും. കാരണം എനിക്ക് അത്രയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത്രയും ലെങ്ത് ഉണ്ടെങ്കിലും ഞാൻ എന്താ പറയുക വളരെയധികം ആസ്വദിച്ച് കണ്ടൊരു സിനിമയാണ്. സോ ഇനി നമുക്ക് മറ്റൊരു റിവ്യൂ ആയി കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Bus എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സി യു, ബൈ.